ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിൽ ആയിരിക്കും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം പ്രധാനമായും തിരച്ചിൽ നടത്തുക. ഇന്നലെ ജനകീയ തിരച്ചിലിൽ കുറേയേറെ സാധന സാമഗ്രികൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. മൃതദേഹാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും ഇപ്പോഴും ലഭിക്കുന്നതുകൊണ്ട് തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ലെന്നാണ് മന്ത്രിമാർ നൽകുന്ന സൂചന. ചാലിയാറിൽ ഇന്ന് വിശദമായ പരിശോധന നടക്കും. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ തിരച്ചിൽ നടക്കും. 5 സെക്ടറുകൾ തിരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടക്കുക. വിവിധ സേന രാവിലെ 7 മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ നിന്നും ആരംഭിക്കും. ചാലിയാർ മുഴുവൻ വിശദ പരിശോധന നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. ജനകീയ തിരച്ചിൽ നാട്ടുകാർ നല്ല നിലയിൽ സഹായിച്ചു. ജനങ്ങളുടെ ആശയമാണ് ജനകീയ തിരച്ചിലിൽ നിന്നും വൈകാരിക ബന്ധം ജനകീയ തിരച്ചിലിനുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.